നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടില്ല. ആരും വിഷമിക്കേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ദോശയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കി, ഒരു 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ഗ്രാം റവയാണ് നമ്മൾ എടുത്തത്. 2 സ്പൂൺ ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തത്, 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 2 സ്പൂൺ അവല് വെള്ളത്തിലിട്ട് കുതിർത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളി ഈസ്റ്റ്. ഇളം ചൂടോട് കൂടിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. റവയും അവലും ചവ്വരിയും എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തവിയുടെ കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. റവയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇട്ട് വരുമ്പോൾ നന്നായിട്ട് കുതിർന്നു വരും. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയ ശേഷം, കണ്ടോ, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് നമ്മളിത് ലൂസാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് അരയേണ്ട, ചെറുതരിയോട് കൂടി അരച്ചെടുത്താൽ മതി. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം എല്ലാം നമ്മൾ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് വെക്കാം. നമ്മൾ ഇതിനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേപോലെ മൂടി ഒന്ന് മാറ്റി വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് തുറന്ന് നോക്കാം. മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചവ്വരി ചേർത്തത്, ചവ്വരി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചവ്വരി ചേർക്കുമ്പോൾ പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് കുതിർന്നതിന് ശേഷമേ ചവ്വരി ചേർക്കാവുള്ളൂ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ദോശ തയ്യാറാക്കാം. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്.
ഇനി നമുക്കതേപോലെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത മട്ട അവലാണ്. വെള്ള അവലുണ്ടെങ്കിൽ നമ്മുടെ ദോശ നന്നായിട്ട് നല്ല തൂവെള്ളയായിട്ടിരിക്കും. മട്ട അവലയുള്ളതാണ് ഒരു ഷെയ്ഡ് തോന്നിക്കുന്നത്. അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള റവ ദോശ നമ്മൾ റെഡിയാക്കി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ റവയോടൊപ്പം നല്ലൊരു വെള്ളച്ചമ്മന്തി കൂടെ തയ്യാറാക്കി. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ നല്ല നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.